പോകുമ്പോഴും വിശേഷ ദിവസങ്ങളിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ മെഴുകുതിരി. ഇതിൽ മെഴുകുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ നടുവിലുള്ള ആ തിരി ഇല്ലെങ്കിൽ മെഴുകുതിരി വെറും ഒരു മെഴുകുകട്ട മാത്രമാണ്. എന്നാൽ ഈ കുഞ്ഞു തിരി കണ്ടുപിടിച്ചത് ആരാണെന്നറിയാമോ? ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സത്യത്തിൽ ഒരു വ്യക്തിയല്ല ഇത് കണ്ടുപിടിച്ചത്. ചരിത്രമനുസരിച്ച് ഇതിന് പിന്നിൽ 2 പ്രധാന ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേതായി ഈജിപ്തുകാരുടെ തന്ത്രം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഈജിപ്തുകാരാണ് ഇതിന് തുടക്കമിട്ടത്. അവർ ഈറ്റച്ചെടികളുടെ തണ്ടുകൾ മൃഗക്കൊഴുപ്പിൽ മുക്കി കത്തിക്കുമായിരുന്നു. പക്ഷേ ഇതിന് ഇന്നത്തെ പോലെ കൃത്യമായ ഒരു തിരി ഉണ്ടായിരുന്നില്ല. രണ്ടാമതായി റോമാക്കാരുടെ വിദ്യ. നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ, അതായത് മെഴുകിനുള്ളിൽ തിരി വെച്ച് മെഴുകുതിരി നിർമ്മിച്ചത് പുരാതന റോമാക്കാരാണ്. അവർ പാപ്പറസ് ചെടിയുടെ നാരുകൾ ചുരുട്ടിയാണ് തിരിയായി ഉപയോഗിച്ചിരുന്നത്. ഇനി ഇന്നത്തെ മാറ്റം. പഴയ കാലത്തെ തിരികൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവ കത്തുമ്പോൾ ഒടുക്കത്തെ പുകയും കരിയുമായിരുന്നു. ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചത് 1820 ജീൻ ജാക്കസ് പെറോട്ട് എന്ന ഫ്രഞ്ചുകാരനാണ്. നൂലുകൾ പിരിച്ചെടുത്തുള്ള രീതി അദ്ദേഹം കൊണ്ടുവന്നതോടുകൂടിയാണ് മെഴുകുതിരികൾ പുകയില്ലാതെ തെളിച്ചത്തോടെ കത്താൻ തുടങ്ങിയത്. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത തവണ ഒരു മെഴുകുതിരി കത്തുമ്പോൾ അത് ഈജിപ്തിലും റോമിലും തുടങ്ങി ഫ്രാൻസ് വഴി നിങ്ങളുടെ കയ്യിലെത്തിയ ഒരു വലിയ ചരിത്രമാണെന്ന് ഓർക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ കൗതുകരമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.